ഇത്രയും കാലമായിട്ടുണ്ടല്ലോ ഈ കുക്കറും മുട്ടയൊക്കെ വീട്ടിലുണ്ടായിട്ടും ഇതുപോലെ ഒരു ഐഡിയ തോന്നില്ല അവർക്ക് ഒന്ന് കണ്ടുനോക്കണം. എല്ലാവരും കണ്ടുനോക്കണം. കുക്കർ എടുത്ത് നോക്കിയാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. ഹോൾ സ്പൈസസ് ആണ്. ഒരു സവാള മാത്രം വെട്ടിക്കൂട്ടി അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പീസ് തക്കാളി എടുക്കുക, അതും കൂടി വെട്ടിക്കൂട്ടി കീബോർഡ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി വൈറ്റ സംഗതി അങ്ങോട്ട് അടുപ്പിനാക്കി ഇടുക. ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല അതും കൂടി ഇട്ട് കൊടുക്കുക. സൂപ്പർ ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. ഒരു കപ്പ് അരി എടുത്തിട്ടില്ല ഇതുപോലെ കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് കുതിരാൻ വെക്കണോട്ടോ. അരിയുടെ ഇരട്ടി വെള്ളോട്ടോ. ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് എന്നാണെങ്കിൽ സംഭവം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 10 മിനിറ്റ് കുതിർത്താൻ പറ്റിയ അരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സംഗതി നമുക്ക് ഇതുപോലെ ഊറ്റി സെറ്റ് ആക്കി എടുക്കാം. നമ്മുടെ ഊറ്റിയെടുത്ത അരി ഉണ്ടല്ല നമ്മുടെ കുക്കറിലേക്ക് ഇതുപോലെ കമത്തിട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ ഇതുപോലെ ഓരോന്നും ഇതുപോലെ വാരിപ്പെറുക്കിട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. അടപ്പങ്ങനെ അടച്ചും വെച്ചിട്ട് ഒരൊറ്റ വിസിലായിട്ട് അടുപ്പിച്ച് വേവിച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ടുണ്ടല്ലോ സംഭവം നമ്മുടെ മല്ലി പുതിന ചെപ്പ് ഇതുപോലെ വിതറിയിട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. വീണ്ടും നമുക്കൊന്ന് മൂടി വെക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് സെറ്റ് ആൻ വയ്ക്കാം. എന്റെ പൊന്നോ, എഗ് ബിരിയാണി തുടങ്ങിയിട്ടില്ല. ഇതിന്റെ സ്മെല്ല് വേറെ ലെവലാർന്നിട്ടോ. ഈ സംഭവം ഇതുപോലെ ലേശം കൊടുത്ത് മുട്ടയുടെ കൂടെ വായിലേക്ക് വെച്ച് കഴിക്കാൻ നേരത്ത് പറയാനുള്ളതല്ല. സംഗതി വേറെ ലെവൽ ടേസ്റ്റ് ആണ്. അത് മാത്രമല്ല വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള സൂപ്പർ എഗ് ബിരിയാണി കേട്ടോ.